ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യമുള്ള ശാരദാമ്മയോട് ചോദിക്കുക, എൻ്റെ ശാരദാമ്മ എനിക്ക് നല്ലതുപോലെ അറിയാം, എൻ്റെ അച്ഛനെക്കുറിച്ച് ശാരദാമ്മയ്ക്ക് അറിയാമെന്ന്. എന്തിനാ ശാരദാമ്മ എൻ്റെ അച്ഛനെ എന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നത്? ഈശ്വര, ഈ കുഞ്ഞിൽ നിന്ന് നീ എല്ലാം ഒളിച്ചു വെക്കുന്നത് കടുത്ത വഞ്ചനയാണ്. ഒന്നുകിൽ യഥാർത്ഥ സത്യം എന്താണെന്ന് തുറന്നു പറയുക, അല്ലെങ്കിൽ അച്ഛൻ ഇനി ഒരിക്കലും വരില്ലെന്ന് ഈ കുഞ്ഞിനോട് പറയുക. ഈ കുരുന്ന മനസ്സിന് ഇനിയും ആശ കൊടുത്തോണ്ട് മുന്നോട്ട് പോകാൻ എൻ്റെ ഭഗവാനെ എനിക്ക് കഴിയില്ല. എന്തുവാ ശാരദാമ്മ ഇത്ര ആലോചിക്കുന്നത്? മോളെ, അത് മോളുടെ അച്ഛൻ വരില്ല. മോളെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയ ശാരദാമ്മ മോളോട് ഒന്നും പറയാഞ്ഞത്. മോളുടെ അച്ഛന് മോളെ കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ എത്രയോ നാള് മുൻപേ വരേണ്ടതാ. അതുകൊണ്ട് എൻ്റെ പൊന്നു മോളി ശാരദാമ്മ പറയുന്ന ഒന്ന് കേക്ക്. അച്ഛൻ വരുമെന്നും പറഞ്ഞ് മോള് കരഞ്ഞോണ്ട് ഇനി ഇങ്ങനെ വാശി പിടിച്ചിരിക്കണ്ട. എൻ്റെ പൊന്നുമോളെ കാണാനും മോടെ അമ്മയോടൊത്ത് ജീവിക്കാനും അച്ഛന് ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ഒന്നില്ലാത്ത ഒരാളോട് നമ്മൾ എത്ര നിർബന്ധിച്ചാലും എത്ര പറഞ്ഞാലും അതൊന്നും കേൾക്കില്ല മോളെ. അതുകൊണ്ട് എൻ്റെ മോളോട് ശാരദാമ്മ പറയുന്നത്, വരാത്തവരൊന്നും വരണ്ട. വരാത്തവരെ നോക്കി നമ്മളെന്തിനാ മോളെ വെറുതെ സമയം കളയുന്നത്? ഇനി അച്ഛൻ എപ്പോഴെങ്കിലും വരണമെന്ന് തോന്നുന്നെങ്കിൽ വരട്ടെ. അതിനെൻ്റെ പൊന്നുമോൾ ഇങ്ങനെ വാശി പിടിച്ച് നിർബന്ധിച്ചിരിക്കണ്ട. ശാരദാമ്മ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് സത്യമോൾ അങ്ങ് അമ്പരന്ന് നിൽക്കുക. ശാരദാമ്മേ, വേണ്ട, എന്നെ പറഞ്ഞു പറ്റിക്കാനൊന്നും നോക്കണ്ട കേട്ടോ. എൻ്റെ അച്ഛൻ വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. എന്നോട് പറഞ്ഞതേ ഈശ്വരനാ. ഈശ്വരൻ പറഞ്ഞാൽ അത് കളവായിരിക്കില്ല. ഞാൻ പോയി നോക്കട്ടെ എൻ്റെ അച്ഛൻ പുറത്തെങ്ങാനും വന്ന് നിൽക്കുന്നുണ്ടോന്ന് എന്നും പറഞ്ഞ് സത്യമോൾ അങ്ങ് ഓടിപ്പോകുക. ദൈവമേ, അച്ഛൻ വരുമെന്നുള്ള വിശ്വാസം കുഞ്ഞിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുക. ഇതിനി ഒന്നേ ഉള്ളു, അച്ഛൻ തന്നെ നേരിട്ട് വരണം. സത്യമോളാണെങ്കിൽ അച്ഛനെ നോക്കി ഇങ്ങനെ റോഡിലോട്ട് നോക്കി നിൽക്കുവാണ്. എൻ്റെ ഈശ്വര, എന്താ നിന്റെ മനസ്സിൽ? എന്തിനാ ഈ കുരുന്നിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? ശാലിനിയാണെങ്കിൽ അമ്പലത്തിൽ വെച്ച് സത്യഭാമ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്. സത്യാമ്മയുടെ മനസ്സ് മുഴുക്ക പകയാണ് എന്നോടുള്ളത്. അവരെന്നെ അകറ്റി അവിടെ നിന്ന് ഓടിച്ചു വിട്ടതുപോലെ ശ്യാമയും അവരവിടെ ഇറക്കി വിടും. അവളുടെ ജീവിതവും അവർ നശിപ്പിക്കും. അതിനൊരു കാരണം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്ന സത്യാമ്മയുടെ മുന്നിലോട്ട് പപ്പി ശ്യാമയുടെ മകളല്ലെന്നറിയരുത്. അങ്ങനെ അവരറിഞ്ഞാൽ അവളെ വെറുക്കും. അവിടുന്ന് അവരടിച്ചിറക്കി വിടുകയും ചെയ്യും. അതുകൊണ്ട് ഫോൺ ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവളെ കണ്ടുപിടിച്ച് അവളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി അവൾക്ക് വേണ്ട ഇര എറിഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അവൾ എല്ലാവരുടെയും ജീവിതം തകർക്കും. ഈ ഫോൺ ചെയ്യുന്നവൾ പഠിച്ച കള്ളിയാ, തന്ത്രങ്ങൾ അറിയാവുന്ന പഠിച്ച കള്ളി. അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ ഓരോ ചവിടും മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. ഇങ്ങനെ ശാലിനി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സുസ്മിതയുടെ ഫോൺ വരികയാണ്. ഹായ് ശാലിനി, എന്താ നിനക്ക് വേണ്ടത് എന്നിങ്ങനെ ശാലിനി ദേഷ്യത്തിൽ ചോദിക്കുക. സുസ്മിത അതിന് പറയുക, അയ്യോ നീ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് അത് ഞാൻ തന്നെ അങ്ങ് ചെയ്തോളാം. അത് നീ അങ്ങ് കണ്ണുനീരോടെ സ്വീകരിച്ചാൽ മാത്രം മതി. നീ ആരാണെന്നും എന്താണെന്നും എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളെയെല്ലാം നിനക്കറിയാം. നിനക്ക് പണമാണ് വേണ്ടതെങ്കിൽ പണം, അത് എത്രയാണെന്ന് നീ തന്നെ തീരുമാനിക്കുക. നീ എവിടെയാണോ പറയുന്നത് അവിടെ ഞാൻ ആ പണം എത്തിക്കാം. പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ലെന്നാണല്ലോ പറയുന്നത്. പക്ഷെ പരുന്ത് പറക്കും, ജീവനെടുക്കാൻ വട്ടമിട്ട് പറക്കും. ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടാലേ കൊത്തിപ്പറിച്ചു കളയും. ശാലിനി പറയുക, എടി, നീ തകർക്കാൻ ശ്രമിക്കുന്ന കുറെ ആളുകളുടെ ജീവിതമാണ്. അത് നീ മറക്കണ്ട. ജീവിതം അത് നിനക്കും നിന്റെ അനിയത്തിക്കും മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്കും ഉള്ളതാ. അത് എനിക്ക് നിന്നെ ഒന്നും ബോധ്യപ്പെടുത്തുകയും വേണം. എല്ലാ സത്യങ്ങളും സത്യഭാമയെ അറിയിക്കുകയും വേണം. ഇത് രണ്ടും ഭംഗിയായിട്ട് നടത്തിയിട്ടേ ഞാനിത് അവസാനിപ്പിക്കൂ. എന്താടി നിന്റെ ലക്ഷ്യം? പറ. എൻ്റെ ലക്ഷ്യം ശാരദാമ്മയുടെയും മക്കളുടെയും സ്വസ്ഥതയായിട്ടുള്ള ജീവിതം തകർക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. വെറും ഒരു നേരം പോക്ക്, ജസ്റ്റ് ഫോർ എ ടൈം പാസ്. എന്ത് ചെയ്യാനാ ശാലിനി, ഞാൻ അങ്ങനെയായി പോയി. ചില കാര്യങ്ങൾ യാതൊരു വീണ്ടും വിചാരവും ഇല്ലാതെ അങ്ങ് ചെയ്തു പോകും. അപ്പോൾ നീ ആരാണെന്ന് പറയാതെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലല്ലേ? അത് തന്നെയാണ് എൻ്റെ തീരുമാനം. എങ്കിലും ഞാനൊരു അല്പം മനുഷ്യപ്പറ്റുള്ളവളാ. ഇതുവരെ ആ വലിയ രഹസ്യമേ ഞാൻ സത്യഭാമയുടെ മുന്നിൽ അറിയിച്ചിട്ടില്ല. അത് ഞാൻ എപ്പോഴറിയിക്കും, എങ്ങനെ അറിയിക്കും എന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. ഞാൻ വീണ്ടും നിന്നോട് ചോദിക്കുക, നിനക്ക് പണമാണോ ആവശ്യം? എനിക്ക് പണം വേണ്ട.
എനിക്ക് വേണ്ടത് നിന്റെ പതനവും നിന്റെ കണ്ണുനീരും. അത് രണ്ടും ഞാൻ ഈ ഭൂമിദേവിക്ക് കാണിക്ക വെച്ചിട്ട് ഞാൻ ഇവിടം വിട്ടു പോകൂ. അതുവരെ ഞാൻ നിനക്ക് ചുറ്റും ഇങ്ങനെ പരന്ത് വട്ടവിടുന്ന പോലെ ചുറ്റിക്കൊണ്ടേയിരിക്കും. നീ വേണമെങ്കിലേ എന്നെ പൂട്ടാനുള്ള എന്തെല്ലാം വഴികളുണ്ടോ അതൊക്കെ അങ്ങോട്ട് നോക്കിക്കോ. എന്നെ പിടിക്കപ്പെടാതിരിക്കാൻ ഞാനും ശ്രമിക്കാം. പേര് പോലും വെളിപ്പെടുത്താതെ നിന്ന് കുരയ്ക്കാതെ നീ ആരാന്ന് പറയടി. അതെ, പപ്പി രോഗത്തിന്റെയും ശ്യാമയുടെയും മകളല്ലെന്ന് ഞാൻ സത്യഭാമയോട് പറഞ്ഞിട്ട് നിന്റെ മുന്നിലോട്ട് ഞാനൊന്ന് വരും. എന്റെ വിശ്വരൂപം നിന്നെ ഒന്ന് കാണിക്കാൻ. അതുവരെയേ നമുക്കിങ്ങനെ കള്ളനും പോലീസൊക്കെ ആയിട്ട് കളിച്ചിങ്ങനെ പോകാം. ഇതുവരെയും ഒരു ചെറു വിരൽ പോലും എനിക്കെതിരെ നീക്കാൻ പറ്റാത്ത ഒരു കളക്ടർ പതിവേ നിനക്കതൊരു മാനക്കേടല്ലേ? ഏതായാലും എന്നെ പൊക്കാൻ നീ ശ്രമിച്ചോണ്ടിരിക്കുവല്ലേ? നിനക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് പൊക്കി നോക്ക്. അവൻ കളക്ടർ. അവൾക്കറിയില്ലല്ലോ ഈ സുസ്മിതയെ പൂട്ടാന കേരളത്തിൽ ഒരു ജയിലിനും അതിനൊക്കെ താഴില്ലെന്ന്. സുസ്മിത എങ്ങനെ അഹങ്കാരത്തോടും ആത്മവിശ്വാസത്തോടും നിൽക്കുവാണ്. ഈ സമയത്ത് ശ്യാമ പപ്പിമോളെ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ശാലിനിയുടെ ഫോൺ ശ്യാമയ്ക്ക് വരുന്നു. എത്രയും പെട്ടെന്ന് എനിക്ക് നിന്നെ ഒന്ന് കാണണം. നിനക്ക് എവിടെയാണ് വരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പറ, ഞാൻ അങ്ങോട്ട് വരാം. അത്രയ്ക്ക് മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ് പറയാനുള്ളതെന്ന് പറയുന്നുണ്ട്. സത്യമോളാണെങ്കിൽ വീണ്ടും അച്ഛനെ കാത്ത് ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ നിൽക്കുവാണ്. എൻ്റെ അച്ഛൻ ഇനി ഒരുപാട് നാളായില്ലേ വന്നിട്ട്, അതുകൊണ്ട് വഴി തെറ്റിപ്പോയതാണോ? ശാരദാമ്മ സത്യമോളെ പാല് കുടിക്കാൻ വിളിക്കുന്നുണ്ട്. എന്താ ശാരദാമ്മയെ മറന്നുപോയോ? എൻ്റെ അച്ഛൻ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? എൻ്റെ അച്ഛൻ വരുമ്പോൾ എന്നെയാണ് ആദ്യം കാണേണ്ടത്. അതിനു വേണ്ടിയാ ഞാനിവിടെ നിൽക്കുന്നത്. അച്ഛൻ വന്നോളും സത്യേ. മോളെ നീ പാല് കുടിക്ക്. ഇല്ല, അച്ഛൻ വന്ന് അച്ഛൻ്റെ കൈ കൊണ്ട് തന്നാലേ ഞാൻ ഈ പാല് കുടിക്കത്തുള്ളൂ. മോളിങ്ങനെ വാശി പിടിക്കാതെ. 100 ജോലി തിരക്കാട്ട് ഓടി നടക്കുന്ന ആളിനെ അതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടി വരാൻ പറ്റുമോ? മറ്റുള്ളവരുടെ അച്ഛന്മാരൊക്കെ മക്കള് പറയുമ്പോൾ അവരുടെ അടുത്തോട്ട് ഓടി വരുന്നുണ്ടല്ലോ. പിന്നെന്താ എൻ്റെ അച്ഛന് വന്നാല്? അങ്ങനെ സത്യമോൾ ഒരേ പിടിവാശി നിൽക്കുവാണ്. ആ സമയത്താണ് പപ്പിയുടെ ഒരു ഫോൺ വരുന്നത്. പപ്പിയോട് ശാരദാമ്മ പറയുന്നുണ്ട് സത്യ ഇങ്ങനെ പിണങ്ങി നിൽക്കുവാണ്, പാലും ഒന്നും കുടിക്കുന്നില്ലെന്ന്. പപ്പി പെട്ടെന്ന് സത്യയോട് പറയുന്നു, സത്യയെ ഞാൻ പറയുന്ന കേൾക്കണം, നീ ഇപ്പം തന്നെ പാല് കുടിക്കണം, ഫുള്ള് കുടിച്ചിട്ടേ നീ എന്നോട് സംസാരിക്കാവുള്ളെന്ന് പറയുന്നു. ആ സമയത്ത് സത്യമോൾ ആ പാലെല്ലാം കുടിക്കുവാണ്. എന്നിട്ട് വീണ്ടും അച്ഛനെ നോക്കി ഗേറ്റിൻ്റെ അടുത്ത് പോയി ഇരിക്കുവാണ്. ശാലിനിയും ശ്യാമയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ശ്യാമ ചോദിക്കുന്നു, എന്താ കുഞ്ഞേച്ചി ഇത്ര മുഖ്യമായി പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് ശ്യാമ, നിന്നെ ഈ അടുത്ത സമയത്ത് ആരെങ്കിലും ഫോൺ ചെയ്യുകയോ എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ച് തിരക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല കുഞ്ഞേച്ചി. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് എന്തെങ്കിലും ഫോൺ വിളിയോ മെസ്സേജോ എന്തെങ്കിലും വന്നോ? ഇല്ല കുഞ്ഞേച്ചി. എന്താ കുഞ്ഞേച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അപ്പോൾ വിളിക്കുന്നവളുടെ ടാർഗറ്റ് ഞാൻ തന്നെയാണ്. ആരാ കുഞ്ഞേച്ചി? എന്താ ഇപ്പോൾ ഉണ്ടായത്? എന്താണ് അവളുടെ ലക്ഷ്യമെന്നറിയില്ല. അവൾക്ക് നമ്മളെ എല്ലാവരെയും അറിയാം. അത് വെച്ച് ബ്ലാക്ക് മെയിൽ, അതാണ് അവളുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ നമ്മളെ അടുത്തറിയാവുന്നവരാരെങ്കിലും ആയിരിക്കുമല്ലോ. കുഞ്ഞേച്ചിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. അതാ ഞാൻ നിന്നോട് ചോദിച്ചത്, വീട്ടിൽ ആരെങ്കിലും ഈ സമയത്ത് അവിടെ വന്നിട്ടുണ്ടോന്ന്. അകന്നു നിന്നവരടുക്കുമ്പോഴും അടുത്തു നിന്നവരകലുമ്പോഴും നമ്മൾ അവരെ ഒന്ന് സൂക്ഷിക്കണം. കാരണം നമ്മളെ തകർക്കാനുള്ള എന്തെങ്കിലും ഒരു ചതി അവരുടെ ഉള്ളിൽ കാണും. അല്ല കുഞ്ഞേച്ചി, അവരെന്ത് രഹസ്യമാ പറയുമെന്ന് പറയുന്നത്? നമുക്ക് കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം. പപ്പിമോൾ എൻ്റെ മകളാണെന്ന്. അതാണ് എന്നെ വിളിക്കുന്നവൾ പറയുന്നത്. അയ്യോ കുഞ്ഞേച്ചി, ഇതെങ്ങനെയാണ് അവൾ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല ശ്യാമേ. അവളിത് സത്യാമ്മയെ അറിയിക്കുമെന്നാ എന്നോട് ഭീഷണി മുഴക്കുന്നത്. കുഞ്ഞേച്ചി, എല്ലാം കലങ്ങിത്തെളിയാൻ സമയമായെന്ന് തോന്നുന്നു. സത്യങ്ങൾ എന്നായാലും പുറത്തു വന്നേ പറ്റൂ. ഒരു പക്ഷേ അതിനുള്ള വഴിയായിരിക്കും ഇത്. അങ്ങനെ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ല ശ്യാമേ. അതിനുവേണ്ടിയാണോ എൻ്റെ വിഷ്ണുവേട്ടനിൽ നിന്ന് പോലും ഞാനിത് മറച്ചു വെച്ചത്? ഇത് സത്യാമ്മയെ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ എല്ലാം തീരും. പിന്നെ നീയും അവിടുന്ന് പുറത്താക്കപ്പെടും. രോഗത്തിന്റെ അവസ്ഥ പിന്നെ എന്താണെന്ന് പറയാനും പറ്റില്ല. അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞ് എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കാൻ ഈ ശാലിനി തയ്യാറല്ല. കുഞ്ഞേച്ചി, എനിക്ക് വേണ്ടി ഇനിയും എൻ്റെ കുഞ്ഞേച്ചി ത്യാഗം ചെയ്യരുത്. ഓരോ നിമിഷവും അതോർത്ത് വിങ്ങിപ്പൊട്ടി കരയാനേ എനിക്കിപ്പോൾ കഴിയുന്നുള്ളൂ. ഒരു ദിവസം എനിക്ക് എൻ്റെ കുഞ്ഞേച്ചിക്ക് വേണ്ടി ജീവിക്കണം. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ സ്വാർത്ഥതയെ ശപിച്ചുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഇനി ജീവിക്കാൻ എനിക്ക് വയ്യ കുഞ്ഞേച്ചി. മറ്റാരെങ്കിലും വന്ന് സത്യാമ്മയുടെ സത്യം പറയുന്നതിന് മുൻപ് നമ്മൾ തന്നെ സത്യം പറയുന്നതാണ് നല്ലത്. വരുന്നത് പോലെ വരട്ടെ കുഞ്ഞേച്ചി, നമുക്ക് അനുഭവിക്കാം. ഇറക്കി വിടുവാണെങ്കിൽ ഇറക്കി വിടട്ടെ. നമ്മുടെ അമ്മയില്ലേ, നമ്മുടെ കുടുംബശ്രീ ഹോട്ടലില്ലേ, ഉള്ള സമാധാനത്തോടെ ഞാൻ അവിടെ കഴിഞ്ഞോളാം കുഞ്ഞേച്ചി. വിഷ്ണുവേട്ടനും സത്യങ്ങളൊക്കെ അറിയട്ടെ കുഞ്ഞേച്ചി. പിന്നെ സത്യയും പപ്പിയും എല്ലാവരും ചേർന്ന് നല്ലൊരു കുടുംബമായിട്ട് നിങ്ങൾ കഴിയണം. അത് കാണാനുള്ള ഒരു ഭാഗ്യം മാത്രം മതി കുഞ്ഞേച്ചി എനിക്ക്.
എന്നും പറഞ്ഞ് ശ്യാമ ഏങ്ങലടിച്ച് കരഞ്ഞ് ശാലിനി അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. മോളെ നീ കരയാതെ, അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. ഇതിലും സന്തോഷത്തോടെ നീയും പപ്പിമോളും രോഹിത്തും ജീവിക്കണം എന്ന് പറയാൻ തന്നെയാണ് നിന്നെ വിളിച്ചതും കാണണമെന്ന് പറഞ്ഞതും എല്ലാം. ഇനി വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നീ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് നിന്നെ ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വീട്ടിൽ ആരൊക്കെ സത്യാമ്മയെ കാണാൻ വരുന്നുണ്ട്, ആരൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നീ ഒന്ന് ശ്രദ്ധിക്കണം. ശത്രു ആരാണെന്ന് നമ്മൾ അറിയുന്നവരെ അവളുടെ ലക്ഷ്യവും ശക്തിയും എന്താണെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ ആരാണെന്ന് അറിയുന്നത് വരെ മോളെ നിനക്കൊരു ശ്രദ്ധയുണ്ടാവണം. നീ സങ്കടപ്പെടാൻ വേണ്ടിയല്ല ഞാൻ ഈ പറഞ്ഞത്, നീ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. കുഞ്ഞേച്ചി ഈ വിളിക്കുന്ന ആരാന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇല്ല, അധികം വൈകാതെ അവൾ എൻ്റെ മുന്നിൽ വന്ന് ചാടും. അപ്പോൾ ഫ്രണ്ട്സ്, സുസ്മിത ശാലിനിയുടെ മുൻപിൽ വന്ന് ചാടുവോ അതോ ശാലിനി സുസ്മിതയുടെ മുൻപിൽ വന്ന് ചാടുവോ? സത്യങ്ങളെല്ലാം ശ്യാമ തന്നെ സത്യഭാമയോട് പറയുവോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.